നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. കുടിവെള്ളം ശുചീകരിക്കാനുള്ള ബ്ലീച്ചിംഗ് പൗഡർ അന്തിക്കാട് ആശുപത്രിയിലെ വൃത്തിഹീനമായ ശൗചാലയത്തിൽ സൂക്ഷിച്ച് അധികൃതരുടെ അനാസ്ഥ. വലപ്പാട് മീൻചന്തയ്ക്ക് പടിഞ്ഞാറ് റോഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. പാലപ്പെട്ടി ബീച്ചിൽ ഫൈബർ വള്ളം സാമൂഹ്യ വിരുദ്ധർ തകർത്ത നിലയിൽ. വാർത്തകൾ വിശദമായി. കുടിവെള്ളം ശുചീകരിക്കാനുള്ള ബ്ലീച്ചിംഗ് പൗഡർ സൂക്ഷിച്ചിരിക്കുന്നത് ആശുപത്രിയിലെ വൃത്തിഹീനമായ കക്കൂസിൽ. രോഗാതുരമായി കിടക്കുന്ന അന്തിക്കാട് കെ.പി. പ്രഭാകരൻ സ്മാരക സർക്കാർ ആശുപത്രിയിലാണ് അധികൃതരുടെ ഗുരുതര അനാസ്ഥ. ആശാപ്രവർത്തകർ മുഖേന വീടുകളിലെ കുടിവെള്ള സ്രോതസ്സുകൾ ശുചീകരിക്കാനുള്ള 10ഓളം ചാക്ക് ബ്ലീച്ചിംഗ് പൗഡറാണ് കക്കൂസിൽ അട്ടിയിട്ടിരിക്കുന്നത്. ശൗചാലയം ഉപയോഗിക്കാനെത്തിയ ആളാണ് ഇത് കണ്ടത്. തുടർന്ന് BJP നേതാക്കളായ ഗോകുൽ കരിപ്പിള്ളി, NS ഉണ്ണിമോൻ, ആശിഷ് കേളങ്കണ്ടത്ത് എന്നിവർ സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു. ഇവർ പൊതുജനങ്ങളുടെ സാന്നിധ്യത്തിൽ സ്ഥലം പരിശോധിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ, ആശുപത്രി സൂപ്രണ്ട് എന്നിവരോട് BJP പ്രവർത്തകർ വിവരം ആരാഞ്ഞു. വീഴ്ച സംഭവിച്ചതാണെന്നും ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിക്കാതെ നശിപ്പിക്കാമെന്നുമുള്ള ഉറപ്പിന്മേൽ BJP പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിച്ചു. ഇത് അന്തിക്കാട് പ്രവർത്തിക്കുന്നതായ കെ.പി. പ്രഭാകരൻ മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ശുചിമുറിയിലാണ് ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ വിതരണം ചെയ്യാനുള്ള ബ്ലീച്ചിങ് പൗഡർ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. അപ്പം ഞങ്ങളുടെ തന്നെ പ്രവർത്തനം ഒരു കുട്ടീനെ കാണിക്കാൻ, ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ബാത്റൂമിൽ അന്വേഷിച്ച് വന്നപ്പോൾ ബാത്റൂം തുറന്നു നോക്കിയപ്പോൾ, കക്കൂസ് തുറന്നു നോക്കിയപ്പോൾ അവിടെയാണ് ഡംപ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായി. ഇപ്പോൾ എടുത്ത് തൊട്ടപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നടക്കുന്ന വിഷയം. അപ്പോൾ അവർ പറയുന്നത് കുറച്ച് കേട്ട് ആ ബാത്റൂം ഉപയോഗിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അതുകൊണ്ട് ശരിയല്ല. അപ്പോൾ അതിൻ്റെ ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. അതിൽ അഴുക്ക് പിടിച്ച് കറ പിടിച്ച് ഉപയോഗിക്കാതെ വെള്ളം ഉപയോഗിക്കാണ്ട് വൃത്തിയായിട്ട് എടുക്കുന്ന കക്കൂസാണ് അത്. അപ്പോൾ അങ്ങനെയാണ് ഇതിപ്പോൾ ജനങ്ങൾ എല്ലാം അറിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധം ഉണ്ട്. അതിൽ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളൊരു കാര്യത്തിൽ ചെയ്യാറുണ്ട്. അത് സാധനം ഇപ്പോൾ തന്നെ കുഴി കുത്തി നശിപ്പിക്കുകയാണ്. ഞങ്ങൾ മറ്റു നടപടിക്കും പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷേ അവിടെ പറയണപ്പോൾ ആ കുഴി കുത്തി നശിപ്പിക്കണം, ജനങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. അത് കാരണം ഈ ആരോഗ്യ പ്രവർത്തനം ഇതെല്ലാം കൊണ്ടുപോയിട്ട് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ വീടുകളിൽ കിണറിൽ ഉപയോഗിക്കാനുള്ള സാധനമാണ് അത്. ഇവിടെ സിറ്റിംഗ് MLA CC മുകുന്ദൻ്റെ ജന്മനാടാണ്. തൊട്ടടുത്താണ് MLAയുടെ വീടുള്ളത്. ഞാൻ പഞ്ചായത്തിനെ അറിയിച്ചിട്ടുണ്ട്, പഞ്ചായത്ത് സെക്രട്ടറിയെ അറിയിച്ചിട്ടുണ്ട്, പഞ്ചായത്തിൻ്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ അറിയിച്ചിട്ടുണ്ട് ഈ വിഷയം. ഡോക്ടർമാരുടെ ക്വാർട്ടേഴ്സിനായുള്ള ബഹുനില കെട്ടിടമടക്കം വെറുതെ കിടക്കുമ്പോഴാണ് ശുചിമുറിയിൽ ബ്ലീച്ചിംഗ് പൗഡർ വൃത്തിഹീനമായി സൂക്ഷിച്ചത്. ഒരു മന്ത്രിയും 2 MLAമാരും പഞ്ചായത്തിൽ തന്നെ ഉണ്ടായിട്ടും തീർത്തും അവഗണനയിലാണ് അന്തിക്കാട് CHC IP വിഭാഗം പ്രവർത്തിക്കുന്ന പഴയ കെട്ടിടം ഇടിഞ്ഞു വീഴാറായ നിലയിലാണ്. സീലിംഗുകൾ അടർന്നു തുടങ്ങി. രാത്രിയും പകലുമെന്നില്ലാതെ വൈദ്യുതി വിതരണം താറുമാറാണ്. ഷോർട്ട് സർക്യൂട്ട് മൂലം ഒരിടത്ത് സ്വിച്ച് ഇട്ടാൽ മറ്റൊരിടത്ത് കറണ്ട് പോകുന്ന അവസ്ഥയാണ്. എമർജൻസി ലൈറ്റ് കത്തിച്ചു വെച്ചാണ് പലപ്പോഴും രോഗികൾ ഇവിടെ കഴിച്ചുകൂട്ടുന്നത്. നിരന്തരം പരാതിപ്പെട്ടിട്ടും മുൻ ആരോഗ്യമന്ത്രിയുടെ പേരിലുള്ള ഈ ആശുപത്രിയുടെ ശോചനീയ അവസ്ഥ പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകാത്തതിൽ കടുത്ത അമർഷമാണ് നാട്ടുകാർക്കുള്ളത്. പാലപ്പെട്ടി ബീച്ചിൽ ഫൈബർ വഞ്ചി സാമൂഹ്യ വിരുദ്ധർ കുത്തിപ്പൊളിച്ചു. കരയിൽ ഷെഡിൽ സൂക്ഷിച്ചിരുന്ന വഞ്ചിയാണ് കുത്തിപ്പൊളിച്ച നിലയിൽ വ്യാഴാഴ്ച രാവിലെ കണ്ടത്. നാട്ടിക സ്വദേശി കാവുങ്ങൽ അനിൽകുമാർ 3 ദിവസം മുമ്പ് പാലപ്പെട്ടി സ്വദേശി കുറുപ്പത്ത് ഷാജിയിൽ നിന്നാണ് വഞ്ചി വാങ്ങിയത്. അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ചേറ്റുവ ഹാർബറിലേക്ക് കൊണ്ടുപോകാനിരിക്കുന്നതായിരുന്നു. വലിയ കമ്പി ഉപയോഗിച്ച് അടിത്തട്ടിലും വശങ്ങളിലും കുത്തിപ്പൊളിച്ച നിലയിലാണ്. കൂടാതെ വഞ്ചിയിലെ ഇരുമ്പ് കമ്പികൾ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. വഞ്ചി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ നശിപ്പിച്ചതായും 1 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായും ഉടമ അനിൽകുമാർ പറഞ്ഞു. പൈസയും കൊടുത്ത് ഇന്നലെ വന്നിട്ട് പണിക്കാരെ വന്നിട്ട് പണി എല്ലാം ചെയ്ത് ഇനി ഫൈബറിൻ്റെ പണി മാത്രമേ ഉണ്ടായുള്ളൂ. അത് നേരത്തെ തന്നെ ഇപ്പം ഇന്ന് കാലത്ത് ഫൈബർ ചെയ്യാൻ ആളെയും കൊണ്ട് വന്നപ്പോഴാണ് ഇങ്ങനെ കാണുന്നത്. ഈ വഞ്ചിയുടെ ഉപയോഗിക്കാൻ പറ്റാത്ത തോതിലാണ് ഇത് ചെയ്തത്. ഇത് അറിവുള്ളതും ചെയ്തിട്ടുള്ളതാണ്. അല്ലാണ്ട് ഇതിങ്ങനെ ഹോളിടാൻ പറ്റില്ല. അടിത്തട്ടിൽ ഹോളിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ ഫൈബർ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് അറിയണമെന്നാണ് ചെയ്തിട്ടുള്ളത്. ഈ 9,000 ഇവിടെ കുത്തിപ്പൊളിക്കുന്ന സൗണ്ട് കേട്ടെന്നാണ് പറയുന്നത് ഇവിടുത്തെ അടുത്തുള്ള ചേട്ടൻ. വലപ്പാടത്തെ SI വന്ന് ചോദിച്ചപ്പോഴും ആള് അങ്ങനെ തന്നെ പറഞ്ഞു, ആളെ കണ്ടെന്ന് പറയും. വണ്ടി വന്ന് ഒരാളെ കണ്ടിട്ടുണ്ടെന്നും പറയുന്നത്. എന്നാലും ഈ 9,000 ഇവിടെ വന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും ധൈര്യം വേണം. അത്ര അകലത്ത് വന്നിട്ട് ഒരാൾക്ക് ചെയ്യാനും പറ്റില്ല.
വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി. ബുധനാഴ്ച രാത്രി 9:30 വഞ്ചിയിൽ അടിക്കുന്ന ശബ്ദം കേട്ടതായി സമീപവാസി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പാലപ്പെട്ടി ബീച്ചിൽ CCTV ക്യാമറയും പോലീസിന്റെ പെട്രോളിംഗും വേണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. ക്യാമറ നിർബന്ധമുണ്ട്. CC ക്യാമറ എന്തായാലും വെച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന സാധനങ്ങൾ മുഴുവൻ ആൾക്കാർ എടുത്തിട്ട് പോകും. നമുക്ക് ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷനാണ് വരുന്നത്. സാധനങ്ങൾ കൊണ്ടുവന്നൊക്കെ ലക്ഷക്കണക്കിന് രൂപ മുതലാണ് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ട് പോകണം. എല്ലാ ദിവസവും നമുക്ക് എടുത്തുണ്ടാകാൻ പറ്റുമോ വീട്ടിൽ? എഞ്ചിനൊക്കെ ഒരു വിഷയമൊന്നും ഉണ്ടായിരുന്നില്ലേ? അല്ലാത്ത സമയത്ത് ഇവിടെ ഒരുപാട് ഈ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു ഭാഗത്തുനിന്ന് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഇത് ഉണ്ടാവണം. വലപ്പാട് മീൻചന്തയ്ക്ക് പടിഞ്ഞാറ് റോഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വലപ്പാട് ഭാരത് വിദ്യാമന്ദിറിലെ വിദ്യാർത്ഥികളും PTA-യും പ്രതിഷേധ ജാഥ നടത്തി. നിവേദനം പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറി. റോഡിലെ കുഴിയിൽ വീണ നിരവധി വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. കുഴിയിൽ വീണ് പരിക്കേറ്റ ഒരു അധ്യാപിക ഇപ്പോഴും ചികിത്സയിലാണ്. കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നതിനിടെ ഇരുചക്രവാഹനം കുഴിയിൽ വീണ് രക്ഷിതാവിനും അപകടം പറ്റിയിരുന്നു. പഞ്ചായത്ത് അംഗം രശ്മി ഷിജോ, സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു സോമൻ, മാനേജർ അജിത് പ്രസാദ്, അഡ്മിനിസ്ട്രേറ്റർ R ദിനേശൻ, PTA പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ, PV സന്ധ്യ എന്നിവർ സംസാരിച്ചു. നമ്മുടെ കുട്ടികളെ കഴിഞ്ഞ വർഷവും ഇതേപോലെ തന്നെ പഞ്ചായത്തിൽ വിളിച്ച് പറഞ്ഞിരുന്നതാണ്. അവർ കഴിഞ്ഞ വേനൽക്കാലത്ത് ശരിയാക്കാമെന്ന് പറഞ്ഞതാണ്. ഇതുവരെ ശരിയാക്കാതെ ഈ കുട്ടികൾ ഈ വെള്ളം വളരെ എന്താ പറയുക വേസ്റ്റ് വെള്ളം കൂടെ കൂടിയിട്ടാണ് ആ പാടത്തു നിന്ന് വരുന്നതായിട്ടുള്ള വെള്ളം ഇത് ചവിട്ടിക്കൊണ്ട് കുട്ടികൾ വന്നിട്ട് പല ദിവസങ്ങളിലും കുട്ടികൾക്ക് കാലും കൈയൊക്കെ ചൊറിച്ചിലും ബഹളമൊക്കെ ആയിട്ട് ഇപ്പം ഞങ്ങളോട് PTA-കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്കൂൾ ക്ലോസ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ആരാണ് ഇതിന് പ്രതിവിധി കാണേണ്ടത്? കാരണം ഈ കാണുന്ന കാന കുറച്ചൊന്ന് താഴ്ത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളം മുഴുവൻ ഒഴുകി പോകാവുന്ന സന്ദർഭം ഉണ്ടാവും. ഇന്നും 3 രക്ഷിതാക്കളാണ് സ്ത്രീകള് കുട്ടികളെയും കൊണ്ടുവരുന്നവർ ഈ വെള്ളത്തിൽ വീണത്. അപ്പൊ ആരോടാണിത് ഞങ്ങൾ പ്രതിഷേധിക്കേണ്ടത്? കുട്ടികൾ മാത്രമല്ല, അതുപോലെ തന്നെ ടീച്ചേഴ്സും ബാക്കിയുള്ള സ്റ്റാഫ് മെമ്പേഴ്സും പാരൻസും ഒക്കെ ഉണ്ടാക്കുന്ന പാരൻസ് ആയാലും ഈ വെള്ളത്തിൽ കൂടിയാണ്. അത് മുഖാന്തരം ഒത്തിരി അപകടങ്ങളും നടന്നിട്ടുണ്ട്. കുട്ടികൾ വീണിട്ടുണ്ട്, വെള്ളത്തിൽ ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്, ടീച്ചേഴ്സിനും ബുദ്ധിമുട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒരു പ്രതിവിധി പഞ്ചായത്ത് ഉണ്ടാക്കും എന്നാണ് വിശ്വസിക്കുന്നത്. സർ പറഞ്ഞ പോലെ കഴിഞ്ഞ കൊല്ലം തൊട്ട് തന്നെ അതിനുള്ള എഗൻസ്റ്റ് ആയിട്ട് പല പരാതികളും കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഇതുവരെയും ഒരു ആക്ഷൻ നടന്നിട്ടില്ല. ഇവിടെ വർഷങ്ങളായി വരുന്ന വെള്ളമാണ്, കെട്ടിക്കിടക്കണ വെള്ളം, പറമ്പിൽ നിന്ന് വരുന്ന ഇതാണ്. മാലിന്യം എല്ലാം കൂടി അടിഞ്ഞ് കിടക്കുന്ന കുഴികളുണ്ട്. കഴിഞ്ഞ കൊല്ലവും ഇതുപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെയായിട്ട് ഒരു റിസൾട്ട് ഇതുവരെയായിട്ട് ഒരു മുൻഗണന കാട്ടിയിട്ടില്ല. ഇന്ന് രാവിലെ തന്നെ ഒരു അമ്മയും കുട്ടിയും വീണൊന്ന് ഇതാക്കിയതാണ്. പിന്നെ ഞങ്ങളായാലും വണ്ടികൾ വരുമ്പോൾ സൈഡ് ഒതുക്കുമ്പോൾ ഞങ്ങളും കുഴിയിൽ വീണിട്ട് പിന്നെ മുൻ പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡന്റുമാരൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ അവരുടെ അനാസ്ഥിതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട ആൾക്കാർ ഇതിനെ പോണതല്ലേ. മുൻ പ്രസിഡന്റ് ആയിരുന്നു നമ്മുടെ തൊട്ടടുത്തുള്ള തോമസ് മാഷ്. അവർക്കൊക്കെ ഇത് മുന്നിൽ ചെയ്യാൻ അധികാരത്തിലുണ്ടെന്നില്ല, അവരുടെ കയ്യിലുള്ള അധികാരമാണ്. അതൊക്കെ ഇതിൻ്റെ നാട്ടിക പഞ്ചായത്തിലെ അഴിമതി കയ്യോടെ പിടിച്ചപ്പോൾ പഞ്ചായത്തിന്റെ വരുമാനവും ഇല്ലാതാക്കിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ത്രിപുര സെന്ററിലെ ട്രാഫിക് സിഗ്നലിലെ പരസ്യ ബോർഡുകൾ കാലാവധി കഴിഞ്ഞിട്ടും കരാറുകാരന് പരസ്യം നൽകാൻ അനുവദിച്ച ലക്ഷങ്ങളുടെ അഴിമതി CPM പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയെന്നാണ് ആരോപണം. ഇത് കോൺഗ്രസ് പ്രവർത്തകർ കയ്യോടെ പിടിച്ചപ്പോൾ പഞ്ചായത്തിൽ ലഭിക്കേണ്ട ലക്ഷങ്ങളുടെ പ്രതിമാസ വരുമാനം ഇപ്പോൾ പഞ്ചായത്ത് ഇല്ലാതാക്കിയെന്ന് നാട്ടിക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു. 6 മാസത്തിലധികമായി പരസ്യവരുമാനം പഞ്ചായത്തിൽ ലഭിക്കുന്നില്ല. പരസ്യവരുമാനം ലഭിക്കുന്നതിന് വേണ്ടി ഒരു നടപടിയും ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കുന്നുമില്ല. 6 മാസത്തോളമായി സിഗ്നലും ഡിവൈഡറും തകർന്ന് കിടക്കുന്നു. ട്രാഫിക് സിഗ്നൽ പ്രവർത്തിക്കാത്തത് മൂലം വാഹനങ്ങൾ അപകടമാകുന്നത് പതിവാണ്. സിഗ്നൽ പ്രവർത്തിപ്പിക്കാനും പഞ്ചായത്തിന് ലഭിക്കേണ്ട പരസ്യവരുമാനം ലഭ്യമാക്കാനും പഞ്ചായത്ത് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ്, DCC ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, VR വിജയൻ, നൌഷാദ് ആറ്റുപറമ്പത്ത്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P വിനു എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി കാഞ്ഞാണി റോഡിലെ ചെളിയിൽ ബൈക്കുകൾ തെന്നിമറിഞ്ഞു. 5 പേർക്ക് പരിക്കേറ്റു. തളിക്കുളം കാരംപറമ്പിൽ വീട്ടിൽ റിഫാസ്, ഭാര്യ റംസീന, മകൻ സയാൻ, എടമുട്ടം മന്ത്രവീട്ടിൽ സജിൻ, വാടാനപ്പള്ളി സ്വദേശി മനാഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാത്രിയായിരുന്നു സംഭവം. ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്തെ ചെളിയാണ് അപകടത്തിന് കാരണമായത്. റോഡിൽ പരന്നുകിടന്ന ചെളിയിൽ ഇരുചക്ര വാഹനങ്ങൾ തെന്നിമറിയുകയായിരുന്നു. പരിക്കേറ്റവരെ കണ്ടശങ്കടവ് ഡിക്കോഡ് ആംബുലൻസ്, വാടാനപ്പള്ളി ആക്ട്സ് ആംബുലൻസ്, തൃപ്രയാർ ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് പ്രവർത്തകർ എന്നിവർ ചേർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടവേള.
മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? മായ കോളേജ് നിങ്ങൾക്കൊപ്പമുണ്ട്. റാങ്കുകളുടെ അകമ്പടിയോടെ 50 വർഷത്തിലേറെ പ്രൗഢമായ പാരമ്പര്യം, മാറുന്ന നൂതന വിദ്യാഭ്യാസ രീതികൾക്കൊപ്പം തികഞ്ഞ അച്ചടക്കത്തോടെ ഇന്ത്യക്കകത്തും പുറത്തും ഏറെ തൊഴിൽ സാധ്യതകളുള്ള മികച്ച കോഴ്സുകൾ, പ്രഗത്ഭരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ലാബ്, കുഞ്ഞുണ്ണിമാഷ് പഠന ഗവേഷണ ലൈബ്രറി. മായ കോളേജ് കോഴ്സസ് ഓഫ് MA, BA, MCom, BCom, MBA, BBA, MCA, BCA, സ്റ്റേറ്റ് ആൻഡ് NIOS +2 കോഴ്സുകളും. വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് കലാ, സാഹിത്യ, സംഗീത, കായിക മേഖലകൾ സമന്വയിക്കുന്ന ക്യാമ്പസ്. മായ കോച്ചിംഗ് സെന്റർ, PSC കോച്ചിംഗ്, ട്യൂഷൻ ഫോർ സ്റ്റേറ്റ് ആൻഡ് CBSE, LP, UP, ഹൈസ്കൂൾ, +2, UG, PG, ഡിപ്ലോമ, ഓൾ സബ്ജക്ട്സ്. മോണ്ടിസോറി പ്രീ പ്രൈമറി കമ്പ്യൂട്ടർ ടീച്ചർ ട്രെയിനിംഗ്, കോളേജ് ഓഫ് ഫാഷൻ ഡിസൈൻ, പാരാമെഡിക്കൽ അക്കാദമി, കമ്പ്യൂട്ടർ അക്കാദമി, കൂടാതെ നിരവധി റെഗുലർ കോഴ്സുകളും. ഒന്നിച്ചു മുന്നേറാം, ഒന്നാമതെത്താം. പ്രവേശനം തുടരുന്നു. മായ കോളേജ്, വലപ്പാട്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. വി ഓഫർ BCom ടാക്സേഷൻ, BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്ന്? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. തിരികെ വാർത്തകളിലേക്ക്. കോൺഗ്രസ് നേതാവും INTU സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന KC വാസുദേവൻ നമ്പൂതിരിയുടെ ചരമദിനം അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആചരിച്ചു. ചെത്തുതൊഴിലാളി യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KK പ്രകാശൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു.
മണ്ഡലം പ്രസിഡന്റ് കെ ബി രാജു അധ്യക്ഷനായി. വി കെ മോഹനൻ, ഇ രമേശൻ, രഘു നല്ലയിൽ, ഷൈൻ പള്ളിപ്പറമ്പിൽ, വിജേഷ് പന്നിപ്പുലത്ത്, സുധീർ പാടൂർ, എ വി യദുകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കഴിമ്പ്രം വാഴപ്പുള്ളി രാജരാജേശ്വരി ക്ഷേത്രത്തിന്റെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിന്റെ വടക്കുഭാഗത്ത് വളവിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനു വേണ്ടി കണ്ണാടി സ്ഥാപിച്ചു. കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ജയലക്ഷ്മി കണ്ണാടി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. പ്രധാനാധ്യാപിക ബീന ടി രാജൻ, ക്ഷേത്രം ഭാരവാഹികളായ VU ഉണ്ണികൃഷ്ണൻ, VR രാധാകൃഷ്ണൻ, VK ഹരിദാസൻ, VK ശശിധരൻ, VC ഷാജി, VJ ഷാലി എന്നിവർ നേതൃത്വം നൽകി. വിവാഹങ്ങൾ മറ്റുള്ള നൂറുകണക്കിന് വാഹനങ്ങൾ പോകുമ്പോൾ ഈ ചെറിയ റോട്ടിൽ അപകടങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഒരു മിറർ സ്ഥാപിച്ചു കഴിഞ്ഞു. എടശ്ശേരി CSM സെൻട്രൽ സ്കൂളിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. CBSE 10+2 പരീക്ഷകളിൽ 100% വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. അനുമോദന യോഗത്തിൽ ചെയർപേഴ്സൺ സഫിയ റഹ്മാൻ, വൈസ് ചെയർമാൻ CM മുഹമ്മദ് ബഷീർ, സെക്രട്ടറി CM നൌഷാദ്, മാനേജർ PK ഹൈദരാലി, ജോയിന്റ് സെക്രട്ടറി CM സൈഫുദ്ദീൻ, PTA പ്രസിഡന്റ് PA ഷൗക്കത്ത് അലി, പ്രിൻസിപ്പാൾ ഡോക്ടർ M ദിനേശ് ബാബു, വൈസ് പ്രിൻസിപ്പാൾ നദീറ ജാബിർ തുടങ്ങിയവർ സംസാരിച്ചു. അതുപോലെ പേടിപ്പിക്കാണ്ടിരിക്കുക. 10th സ്റ്റുഡൻസും 12th സ്റ്റുഡൻസും +1 ഉഴപ്പാനുള്ളതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാ കുട്ടികളും വിചാരിച്ചിരിക്കുന്നത് +1 ഉഴപ്പാനുള്ളതാണെന്നാണ്. ഉഴപ്പിയാൽ നിങ്ങൾ തന്നെ അനുഭവിക്കും. സ്കൂളിന് നല്ല റിസൾട്ട് വരുമ്പോൾ സന്തോഷമുണ്ട്. പക്ഷേ ലൈഫിൽ നിങ്ങൾക്കാണ് അതിൻ്റെ ഗുണം പ്രദാനം ചെയ്യുക. പിന്നെ 12th കുട്ടികളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങളെ ഒരു പട്ടം പറപ്പിച്ച പോലെയാണ് ഇവിടെ നിന്ന് നടന്നിരുന്നത്. നാട്ടിക സൗത്ത് SNDP LP സ്കൂളിൽ മാനേജർ ER പ്രസന്നകുമാർ സ്പോൺസർ ചെയ്ത സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ ആരംഭിച്ചു. PTA പ്രസിഡന്റ് TD വിനീത ഉദ്ഘാടനം ചെയ്തു. KM ബിന്ദു അധ്യക്ഷയായി. പ്രധാനാധ്യാപിക B ചിത്ര, PR രജിത എന്നിവർ സംസാരിച്ചു. മാസ്റ്റർ ട്രെയിനർ KA കബീർ, ഷഹാന T നസീമുദ്ദീൻ എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നടത്തി. നമ്മുടെ മക്കളും ഇനി വരുന്ന സാഹചര്യത്തിൽ ക്ലാസ്സിലേക്ക് ആവുമ്പോഴും നമ്മുടെ കുട്ടികളും നന്നായിട്ട് സംസാരിക്കാൻ, മറ്റുള്ളവർ നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ, നല്ല പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ, ഇതെല്ലാം ഭാഷ എന്നുള്ളൊരു കരുത്ത് തന്നെയാണ്. അതിന് നമ്മുടെ മക്കളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്കൂളിന്റെ മാനേജ്മെന്റ് ഇങ്ങനെയൊരു അവസരം നമുക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുള്ളത്. വലപ്പാട് കാർമൽ സെൻട്രൽ സ്കൂൾ ഈ വർഷത്തെ ബോർഡ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കേരള ആരോഗ്യ സർവകലാശാല പ്രൊഫസർ വൈസ് ചാൻസലർ ഡോക്ടർ CP വിജയൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജറും തൃശൂർ നിർമ്മല പ്രൊവിൻസ് സോഷ്യൽ കൗൺസിലറുമായ ഡോക്ടർ സിസ്റ്റർ മാരിയറ്റ് A തേറാട്ടിൽ അധ്യക്ഷയായി. PTA പ്രസിഡന്റ് ജെയിംസ് ഇലുവത്തിങ്കാൽ, സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ മാഗി ജോസ്, സിസ്റ്റർ ഹംബലിൻ, അധ്യാപകരായ രാജി, വിജി എന്നിവർ സംസാരിച്ചു. +2 തലത്തിൽ മുഴുവൻ വിഷയങ്ങളിലും A1 നേടിയ TS ഗൗതമിനെയും 10ാം തരത്തിൽ മുഴുവൻ വിഷയങ്ങളിലും A1 നേടിയ ജഹൻ ജാക്സിനെയും ചടങ്ങിൽ അനുമോദിച്ചു. വിവിധ വിഷയങ്ങളിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കും ഉപഹാരങ്ങൾ നൽകി. ബക്രീദ് ആഘോഷങ്ങളുടെ ഭാഗമായി വലപ്പാട് മായ കോളേജ് മെഹന്തി ഡിസൈനിംഗ് മത്സരം മായ മൈലാഞ്ചി മൊഞ്ച് നടത്തി. സാഹിത്യകാരൻ ബാപ്പു വലപ്പാട് ഉദ്ഘാടനം ചെയ്തു. ഇത് വർഷം തോറും നമ്മളിവിടെ മായ കോളേജിൽ നടത്തുകയാണുള്ളതാണ്. കാരണം മായ സംബന്ധിച്ച് മറ്റു വേറെ കോളേജുകൾ വ്യത്യസ്തമായിട്ടുള്ളൊരു പരിപാടി എന്ന് വെച്ചാൽ എല്ലാ മതസ്ഥരെയും, അതായത് മത സൗഹാർദ്ദം, അതാണ് നമ്മുടെ മായയുടെ മുദ്രാവാക്യം. അപ്പോൾ മത സൗഹാർദ്ദത്തിൻ്റെ ഒരു സ്നേഹ സന്ദേശമാണ് മായ കോളേജ് സമൂഹത്തിന് സമ്മാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പെരുന്നാളുമായി, മുസ്ലിം സമുദായത്തിൻ്റെ പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ മൈലാഞ്ചി മൊഞ്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ മത്സരാർത്ഥികളായിട്ടുള്ള എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡൊക്കെ കിട്ടി. മറ്റുള്ളവരും അർഹതത്തിന് ഇനിയും മത്സരത്തിൽ പങ്കെടുക്കാൻ അർഹതയുള്ളവരാണ്. ടീച്ചർ നിഷ്പക്ഷമായിട്ടുള്ള ജഡ്ജിമെൻ്റാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ടീച്ചർക്ക് വളരെയേറെ സന്തോഷം അറിയിക്കുന്നു.
കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഒരു വർക്ക് ചെയ്യുമ്പോഴും പ്രതീക്ഷകളുണ്ടാവും. ആ പ്രതീക്ഷകൾ അർഹതപ്പെട്ടവർക്കാണ് സമ്മാനിക്കുക. മായ കോളേജ് പ്രിൻസിപ്പൽ CA ആവാസ് അധ്യക്ഷനായി. ഫാഷൻ ഡിസൈനറും അധ്യാപികയുമായ ചൈതന്യ സന്ദീപ് മത്സരത്തിന്റെ വിധി നിർണ്ണയം നടത്തി. CR ജോയ്, VC അബ്ദുൽ ഗഫൂർ എന്നിവർ സംസാരിച്ചു. ഇനി വിദ്യാലയങ്ങളിലൂടെ. വിദ്യ പകരുന്ന വിദ്യാലയങ്ങളിലൂടെയുള്ള യാത്ര. TMC ഗ്രാമ്യ 7ാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി ബന്ധിക്കുന്ന വിദ്യാലയങ്ങളിലെ യാത്ര ഇന്നെത്തി നിൽക്കുന്നത് പെരിങ്ങോട്ടുകര സെറാഫിക് CGHSലാണ്. പെരിങ്ങോട്ടുകര ഗ്രാമത്തിൻ്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു എയ്ഡഡ് വിദ്യാലയമാണ് സെറാഫിക് സ്കൂൾ. FCC സഭയിലെ സന്യാസിനികളാണ് ഈ വിദ്യാലയം നടത്തുന്നത്. 1948 ജൂൺ 14 ഈ വിദ്യാലയത്തിൻ്റെ സ്ഥാപന ദിനം. 1948, 49, 50 കാലയളവുകൾ തുടർന്നുള്ള ക്ലാസുകളും സ്ഥാപിതമായി. ഈ വിദ്യാലയം 1949 ഹൈസ്കൂളായി ഉയർന്നു. 1950, 51 അധ്യയന വർഷം 8-9 ക്ലാസുകൾ ആരംഭിക്കുകയും അടുത്ത മാർച്ചിൽ പ്രഥമ ബാച്ച് വിദ്യാർത്ഥിനികളെ SSLC പരീക്ഷയ്ക്ക് അയക്കുകയും ചെയ്തു. 2 ക്ലാസുകളിലായി 27 വിദ്യാർത്ഥികളും 3 അധ്യാപകരുമായി ആരംഭിച്ച അന്നത്തെ കൊച്ചു വിദ്യാലയം ഇന്ന് 29 ഡിവിഷനുകളിലായി 1170 വിദ്യാർത്ഥികളും 47 അധ്യാപകരുമായി പ്രവർത്തിച്ചു വരുന്നു. സെറാഫിക് വിദ്യാലയത്തിൽ 117 വിദ്യാർത്ഥിനികളാണ് SSLC പരീക്ഷ എഴുതിയത്. 117 പേരും ജയിച്ചു എന്ന് മാത്രമല്ല 42 കുട്ടികൾക്ക് ഫുൾ A+ ലഭിച്ചു എന്നത് ഞങ്ങൾക്ക് ഏറെ സന്തോഷകരമാണ്. ഈ വിദ്യാർത്ഥികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരെ പാഠ്യവിഷയങ്ങളിൽ മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിലും പ്രാധാന്യം നൽകിയിരുന്നു. ഞങ്ങളുടെ മക്കളെ അനുമോദിക്കുന്നതിന്, ഞങ്ങളുടെ വിദ്യാലയത്തെ അനുമോദിക്കുന്നതിന് ഗ്രാമ്യ TV ചാനൽ കാണിച്ച ഈ പ്രത്യേക കാര്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സാധാരണ വർഷങ്ങളെ പോലെ തന്നെ ഈ വർഷവും എഴുതിയ എല്ലാ കുട്ടികളും പാസ്സാവുകയും കഴിഞ്ഞ വർഷങ്ങളെക്കാൾ ഉപരിയായി ഈ വർഷം 117 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 42 പിള്ളേർക്ക് ഫുൾ A+ കിട്ടുകയും ചെയ്തു. ഇത് തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഒരു ഉന്നത വിജയം തന്നെയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സെറാഫിക് കോൺവെൻറ്റ് ഹൈസ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനോടും അതുപോലെ തന്നെ ഉന്നത വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികളെയും ആശംസിക്കുകയും നന്ദിയും PTയുടെ പേരിൽ അറിയിക്കുന്നു. ഞാൻ സെറാഫിക് കോൺവെൻറ്റിലെ മദർ PTA പ്രസിഡൻ്റാണ്. ഇവിടെ 117 കുട്ടികൾ SSLC പരീക്ഷ എഴുതിയതിൽ 42 കുട്ടികൾക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. അത് സ്കൂളിൻ്റെ ഏറ്റവും വലിയ വിജയം തന്നെയാണ്. 42 കുട്ടികൾക്കും മറ്റു കുട്ടികൾക്കും, അതായത് A+ വാങ്ങിച്ചവരുണ്ട്, മറ്റ് ഗ്രേഡുകൾ വാങ്ങിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. എൻ്റെ പേര് കാരലിൻ. ഞാൻ സെറാഫിക് CGHS പെരിങ്ങോട്ടുകരയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു. ഞങ്ങളെ സ്കൂളിൽ ഒരു ഉന്നത വിജയമാണ് കൈവരിച്ചിരിക്കുന്നത്. 117 പിള്ളേരെ എഴുതിയതിൽ 42 ഫുൾ A+ ഞങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിച്ചു. ഞങ്ങൾ ഈ വിജയത്തിൽ എത്തിച്ചേരാൻ സഹായിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ അധ്യാപകർക്കും ഈ സ്കൂളിനും നന്ദി. നമസ്കാരം, എൻ്റെ പേര് അരുണിമ. ഞാൻ സെറാഫിക് CGHS പെരിങ്ങോട്ടുകര സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നു. പൂർണ്ണ വിജയത്തിന് ഞങ്ങളെ കരസ്ഥമാക്കാൻ സപ്പോർട്ട് ചെയ്ത സിസ്റ്റേഴ്സ്, ടീച്ചേഴ്സ് എല്ലാവർക്കും നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ വിജയത്തിന് പങ്കുചേരാൻ വന്ന ഗ്രാമ്യ ചാനലിന് വളരെയധികം നന്ദി. അതുപോലെ തന്നെ ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം തരുന്നതിനും വളരെയധികം നന്ദി. എൻ്റെ പേര് ഐഷ റിദ ഷമീം. ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതിൽ. ഞങ്ങളുടെ സ്കൂളായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ സ്കൂളിൻ്റെ വക ഞങ്ങൾക്ക് കുറേ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാ പരിപാടികളിലും ഞങ്ങളെ മാറ്റി നിർത്താതെ എല്ലാ പരിപാടികളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ടീച്ചേഴ്സും ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ഈ സ്കൂളിൽ 42 പേർക്ക് ഫുൾ A+ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ പേര് ഫാത്തിമ നസ്രി. ഞാൻ സെറാഫിക്കിലാണ് പഠിച്ചിരുന്നത്. ഞങ്ങളുടെ സ്കൂളിന് ഇത്രയും വിജയം കരസ്ഥമാക്കിയതിൽ വളരെ സന്തോഷമുണ്ട്. 117 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 42 പേർക്കാണ് ഫുൾ A+ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രാമ്യയുടെ ഈ പുരസ്കാരത്തിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. വിദ്യ പകരുന്ന വിദ്യാലയങ്ങളിലൂടെയുള്ള TMC ഗ്രാമ്യ 7ാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന പ്രത്യേക പരിപാടി
വിദ്യാലയങ്ങളിലൂടെ ഇന്ന് എത്തി നിൽക്കുന്നത് താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ്. തൃശൂർ ജില്ലയിലെ തൃശൂർ വിദ്യാഭ്യാസ ജില്ലയിൽ ചേർപ്പ് ഉപജില്ലയിൽ താന്യം എന്ന സ്ഥലത്തുള്ള ഒരു സർക്കാർ വിദ്യാലയമാണിത്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ പൂരങ്ങളുടെ നാടായ തൃശൂർ ജില്ലയിൽ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ സാമീപ്യം കൊണ്ട് ധന്യമായ താന്യം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വിദ്യാലയങ്ങളിലൊന്ന്. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ സാമൂഹ്യ സേവനത്തിൽ തൽപരരായ ചേലൂർ മനക്കാരുടെ സംരക്ഷണത്തിൽ ഓലമെന്ന കെട്ടിടത്തിൽ ആരംഭിച്ച ഈ വിദ്യാലയം 1925 ഗവൺമെന്റ് ഏറ്റെടുക്കുകയും 1980 ഹൈസ്കൂളായി ഉയർത്തപ്പെടുകയും ചെയ്തു. 2004 ഈ വിദ്യാലയത്തോടനുബന്ധിച്ച് ഹയർ സെക്കൻഡറി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. 55 സെന്റ് ഭൂമിയിലായി സ്ഥിതി ചെയ്യുന്ന ഈ വിദ്യാലയത്തിൽ ഒറ്റ കെട്ടിടത്തിലായി 15 ക്ലാസ് മുറികൾ, സയൻസ് ലാബ്, കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി ഓഫ്. താന്യം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലാണ് ഞാൻ. അക്കാദമികവും അക്കാദമികേതരവുമായ രംഗങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ വിദ്യാലയത്തിൽ പഠിച്ചുകൊണ്ടിരുന്നിരുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളായി തുടർച്ചയായി ഗവൺമെൻറ് സ്കൂളുകളിൽ 1-ാം സ്ഥാനം കൈവരിക്കാനായിട്ട് +2 പൊതുപരീക്ഷയിൽ 1-ാം സ്ഥാനം കൈവരിക്കാനായി ഈ സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. ഇതിനെ അർഹമാക്കാനായിട്ട് ഇവിടുത്തെ PTA, SMC, അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് ഇവരുടെയെല്ലാം നല്ല സഹകരണം നമുക്കുണ്ടായിരുന്നു. കുട്ടികളാണെന്ന് വെച്ചാൽ അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും പ്രതീക്ഷയ്ക്കത്ത് ഉയരുകയും സ്കൂളിന് നല്ലൊരു റിസൾട്ട് തരികയും ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് സീനത്ത്, താന്യം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ HM ആണ്. ഇവിടെ ഈ വർഷം നമ്മുടെ കുട്ടികളെ SSLC കുട്ടികൾക്ക് 100% വിജയം, തുടർച്ചയായി 12 വർഷമായിട്ട് നമുക്ക് തുടർച്ചയായിട്ട് 100% റിസൾട്ടാണ്. കൂടാതെ ഒരു ഫുൾ A+, ഒരു 9A+ ഒക്കെയാണ് നമ്മുടെ ഈ വർഷത്തെ റിസൾട്ട്. എല്ലാവരും ജയിച്ചു. നമ്മുടെ ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരത്തിന് അർഹരായിട്ടുണ്ട് നമ്മുടെ കുട്ടികൾ, ഫുൾ A+ കിട്ടിയ കുട്ടികൾ. വളരെയധികം സന്തോഷം, നന്ദി അറിയിക്കുകയാണ്. കൂടാതെ നമ്മുടെ അധ്യാപകരും PTA-യും ജനപ്രതിനിധികളെല്ലാവരും നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട് നന്നായിട്ട് പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന താന്യം ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിലെ വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സെക്രട്ടറിയും വികസന സമിതി ചെയർമാനും കൂടിയാണ്. ഇന്നിവിടെ നിൽക്കുമ്പോൾ വളരെ അഭിമാനം കൊണ്ടാണ് ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിലും വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് ഞാൻ നിൽക്കുന്നത്. കാരണം ഒട്ടേറെ പരിമിതികൾ ഈ സ്കൂളിനുണ്ടെങ്കിലും SSLC വിജയത്തിൽ 12-ാം തവണയാണ് ഈ സ്കൂളിൻ്റെ നമ്മുടെ വിജയശതമാനം. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയശതമാനത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ഗവൺമെൻറ് സ്കൂളിൽ തന്നെ 1-ാമതാണ് നിൽക്കുന്നത്. ഇതൊക്കെ ഇവിടുത്തെ പ്രിൻസിപ്പലിൻ്റെയും HM-ൻ്റെയും മറ്റ് അധ്യാപകരുടെയും വിദ്യാർത്ഥികൾ കൂട്ടായ പരിശ്രമ ഫലത്തിൻ്റെ ഒരു പരിണത ഫലം തന്നെയാണെന്ന് എടുത്തു പറയേണ്ടതാണ്. ഒപ്പം PTA-യുടെയും വലിയൊരു പങ്ക് താന്യം സ്കൂളിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. എൻ്റെ പേര് നേഹ, ഞാനിവിടെ താന്യം സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഞങ്ങളെല്ലാവരും പ്രാവശ്യം +2 ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളാണ്. ഞങ്ങൾക്ക് ഇവിടെ സ്കൂളിലെ ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടിംഗ് ആയിരുന്നു. പഠിക്കാനാണെങ്കിലും എന്ത് ഡൗട്ടുകൾ ചോദിക്കുമ്പോഴാണെങ്കിലും എല്ലാം പറഞ്ഞു തരാനായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് കൂടെ നിൽക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആർട്സ്, സ്പോർട്സ് എന്തിനാണെങ്കിലും അവർ ഭയങ്കര സപ്പോർട്ട് തന്നെയായിരുന്നു കൂടെ നിൽക്കാനായിട്ട്. എൻ്റെ പേര് പ്രണവ്, ഞാൻ താന്യം സ്കൂളിൽ പഠിക്കുന്നു. ഇപ്രാവശ്യം ഫുൾ A+ കിട്ടി. അപ്പോൾ ടീച്ചർമാർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുടിവെള്ളം ശുചീകരിക്കാനുള്ള ബ്ലീച്ചിംഗ് പൗഡർ അന്തിക്കാട് ആശുപത്രിയിലെ വൃത്തിഹീനമായ ശൗചാലയത്തിൽ സൂക്ഷിച്ച് അധികൃതരുടെ അനാസ്ഥ. വലപ്പാട് മീൻചന്തയ്ക്ക് പടിഞ്ഞാറ് റോഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. പാലപ്പെട്ടി ബീച്ചിൽ ഫൈബർ വള്ളം സാമൂഹ്യ വിരുദ്ധർ തകർത്ത നിലയിൽ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.